അപ്പോൾ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ജൂൺ 14-ാം തീയതി മുറിവ് എന്ന് പറഞ്ഞൊരു പുതിയ സിനിമ ഇറങ്ങുകയാണ്. അത് 100% പുതുമുകളാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിൽ പുതുമുകളാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പുതിയ ഫീലായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ അത് ആ ഒരു ഫീൽ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മളെപ്പോലുള്ള ചെറിയ കലാകാരന്മാർക്ക് ഒരു വലിയ പ്രചോദനമായിരിക്കും. ഇത് ഫുള്ളി പാക്കേജ് മൂവിയാണെന്നുള്ള കാര്യം ഉറപ്പ് തരാം. അപ്പോൾ എല്ലാവരും ജൂൺ 14-ാം തീയതി പടം കാണണം, അനുഗ്രഹിക്കണം. താങ്ക് യു. ഹൈ. മുറിവ് എന്ന ചിത്രത്തിൽ ഒരു നല്ലൊരു വേഷം ചെയ്തിരിക്കുന്ന ഒരു ആക്ടറാണ്. ഒരു ഡാൻസർ എന്ന നിലയിൽ കലാരംഗത്ത് വരികയും ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 3ാമത്തെ ചിത്രമാണെന്ന് വേണം മുറിവ്. എന്താണ് മുറിവ് എന്ന ചിത്രത്തിൽ അഭിനയിച്ചതും അതിനു മുമ്പ് അഭിനയിച്ച ചിത്രങ്ങളിലും ഉള്ള വ്യത്യാസം എന്താണ്? ബാക്കി 2 ചിത്രങ്ങൾ ശരിക്കും ക്യാരക്ടറിൻ്റെ പേര് സന്ദീപ് എന്നാണ് ക്യാരക്ടറിൻ്റെ പേര്. അവൻ അച്ഛനും അമ്മയും പെങ്ങളും അടങ്ങുന്ന ഒരു ചെറിയ ഫാമിലി ഉള്ളതാണ്. അതിലുപരി നല്ലൊരു ഫ്രണ്ട്സിൻ്റെ സർക്കിളിൽ നടക്കുന്ന ഒരു പയ്യനാണ് അവൻ. അവൻ്റെ വീട് മാർഷൽ ആർട്സ് കോളേജ് അങ്ങനെ ഒതുങ്ങുന്ന, പക്ഷെ അതിന് ആ ഒരു റൂട്ടിനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു റൂട്ടിൽ പിന്നെ ഉണ്ടാകുന്ന ചില വഴിത്തിരിവുകൾ ഉണ്ട്. അതാണ് അവനെ കുറച്ച് അവനുള്ളിലുള്ള കുറച്ച് എന്താണ് ശരിക്കും ക്യാരക്ടറിനെ വൈഡാക്കുന്നതും. അതാണ് സിനിമയുടെ കുറച്ച് വഴിത്തിരിവ് എന്ന് പറയുന്നത്. പറഞ്ഞാൽ പിന്നെ സിനിമ കണ്ടിട്ട് കാര്യമില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, പുതുമുഖങ്ങൾ ആണ് പടത്തിലുള്ളത്. പക്ഷേ നമ്മൾ പുതുമുഖം ആണെന്ന് ലൊക്കേഷനിൽ അറിയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം പുതുമുഖം ആണെന്ന് സ്ക്രീനിൽ കാണുമ്പോൾ അറിയാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം പുതുമുഖങ്ങളെ അഭിനയിപ്പിക്കുമ്പോൾ ഡയറക്ടർക്ക് തോന്നാൻ പാടില്ല പുതുമുഖമാണ്, സീനാണല്ലോ ഈ ചേർക്കാൻ എന്ന് തോന്നാൻ പാടില്ല. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഇടപെടാൻ. അപ്പം അത്യാവശ്യം ടാലൻറ്റ് വേണം, അതോടൊപ്പം തന്നെ ഭാഗ്യം വേണം. രണ്ടാമത്തെ കാര്യം നല്ല സിറ്റുവേഷൻ വേണം. നമുക്ക് പുതുമുഖമാണെന്നുള്ളൊരു തോന്നലോ അല്ലെങ്കിൽ ആദ്യം പുതുമുഖമായിട്ട് നമുക്ക് സിറ്റുവേഷൻ ചില ലൊക്കേഷൻ പോയി നമ്മൾ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ തരം താഴ്ത്തുക അല്ലെങ്കിൽ വേർതിരിവ് പാർഷ്യാലിറ്റി ഇതൊക്കെ ഉണ്ട് വലിയൊരു പടങ്ങളുള്ളത്. എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റൂ. ഞാൻ അതുപോലെ തന്നെ വലിയ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഭയങ്കര പാർഷ്യാലിറ്റി ഉണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റ് അങ്ങനെ കുറേ പക്ഷേ അങ്ങനെ ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്തൊരു സെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഡയറക്ടറെന്നോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റെന്നോ അല്ലെങ്കിൽ സീനിയർ ആർട്ടിസ്റ്റെന്നോ അങ്ങനെയൊന്നും ഇല്ലാതെ എല്ലാവരെയും ആർട്ടിസ്റ്റ് എന്ന് വില കൊടുത്തിട്ട് വേണ്ട രീതിയിൽ പറഞ്ഞു തന്നിട്ട് സീനിയർ ആർട്ടിസ്റ്റ് നമുക്ക് എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന അടിപൊളിയാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ അത് കണ്ടു നിൽക്കുന്ന ആൾക്കാർ നമുക്ക് ജഡ്ജ്മെൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് ചെയ്താൽ കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് ആരിൽ പറഞ്ഞുതരാൻ ഉണ്ടല്ലോ എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അജയ് സാർ ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ വലിയ ആർട്ടിസ്റ്റ് ഉണ്ടെന്നോ ഒരു തോന്നൽ നമുക്ക് ഉണ്ടായിട്ടില്ല. അത് വേറെ ഒന്നും ഉണ്ടല്ലോ, അവർ നമുക്ക് തരുന്ന ഒരു കാര്യത്തിലും നമുക്ക് അവരുടെ റെസ്പെക്റ്റും എല്ലാം കൂടെ ഒരു ഫ്രണ്ട്ലി ആയതിൻ്റെ പേരിൽ നന്നായിട്ട് ഷൂട്ടിങ് ക്ലോസ് ചെയ്യാൻ പറ്റി.